കഴിഞ്ഞ 9 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിലെ പോലീസ് സേനയിൽ നിന്ന് 144 പേർ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ വാക്കുകൾ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ദിശാസൂചകമായിരിക്കും എന്ന് കരുതുന്നു. തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെന്റ് ഭാഗത്തുണ്ടാകില്ല. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? ഇന്ന് നിയമസഭയിൽ മുഴങ്ങിയ മുഖ്യമന്ത്രിയുടെ ചോദ്യമാണ്, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച ഒരു സർക്കാരുണ്ടോ എന്ന്. അതിനൊരു മറുപടി അവിടെയൊന്നും ഉണ്ടായില്ല. മറ്റ് സമയത്തും ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കണക്കുകളുടെ പിൻബലമില്ലാതെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് പറയുന്നൊരു കാഴ്ച മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജയചന്ദ്രൻ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്ന് മാത്രമല്ല, അതിന് ഉപോത്ബലകമായ കണക്കുകളും മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഇന്നലെയുടെ കാര്യങ്ങളുടെ തുടർച്ചയായി തന്നെ വേണ്ടേ ചർച്ച ചെയ്യാൻ. ഇന്ന് നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ ദീർഘമായ മറുപടി അല്ല വേണ്ടത്, ഈ പിരിച്ചുവിടൽ പ്രഖ്യാപനമാണ് വേണ്ടത് എന്ന തരത്തിൽ ഒരു പരാമർശമുണ്ടായി. ഇവിടെയും അത്തരത്തിലുള്ള ഈ പഴയ കാര്യങ്ങൾ ആവശ്യമില്ല എന്നൊരു കാര്യമുണ്ടായി. പഴയ കാര്യങ്ങൾ വേണ്ടേ, പഴയ ചെയ്തികൾ കണക്കിലെടുക്കണ്ടേ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കണക്കിലെടുക്കണ്ടേ? എങ്കിലല്ലേ ഒരു സമൂഹത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആരോഗ്യകരമായി അതിനെ നോക്കിക്കാണാനും തീരുമാനങ്ങളെടുത്ത് നീതിപൂർവകമായി മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ജയചന്ദ്രൻ. ഹലോ, കേൾക്കാമോ NBC? കേൾക്കാം, പറയൂ. ഹലോ ജയചന്ദ്രൻ, കേൾക്കാം, ഇവിടെ ക്ലിയർ ആണ്, പറഞ്ഞോളൂ. അതെ, ഇപ്പോൾ പിന്നെ ഓക്കെ പ്രിയപ്പെട്ട സേനാപതി ചോദിച്ചൊരു ഒരു സംഗതി ഉണ്ടല്ലോ, തൊടുപുഴയെ ഉദാഹരിച്ചുകൊണ്ട് AYF നടത്തിയ സമരം, ഇന്നത്തെ സമരം ശരിയാണ്. പിന്നെ AYF മാത്രമല്ല, DYFIയും പിന്നെ CPIM-ഉം CPI-യും ഒക്കെ LDF-ന്റെ കക്ഷികൾ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷത്തിൽ ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഉടൻ സമരം ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സേനാപതി? LDF-ന്റെ നയമല്ല പോലീസ് ഇടിമുറികൾ, പോലീസ് ലോക്കപ്പുകൾ ഇടിമുറികളാകുന്നതും പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൻ്റെ കേന്ദ്രങ്ങളാകുന്നതൊന്നും LDF നയമല്ല. അത് ആവർത്തിച്ച് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AYF-ലുള്ള ചെറുപ്പക്കാർ അത്തരത്തിലുള്ള അനീതി അവരുടെ ഏതെങ്കിലും പ്രവർത്തകർക്കുണ്ടായാൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നതിനെ ഒന്നും അത് തെറ്റാണ്, നിങ്ങളുടെ ഭരണമല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതാണ് ശരി. പോലീസ് അങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ അങ്ങനെ സമരം ചെയ്യുന്നതെന്നേ. എന്താ കുഴപ്പം? പക്ഷെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ NBC പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, 2006 പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. പ്രകാശ് സിംഗ് DGP ആയിരുന്നു ഹരിയാനയിലെ. അപ്പോൾ 1870 പോലീസ് ആക്ട് നവീകരിക്കണം, അതാണ് വരുന്നത്. ചെയ്തത് എവിടെയാണ്? ആദ്യം ചെയ്യുന്നത് കേരളത്തിലാണ്. അന്ന് VS-ൻ്റെ ഗവൺമെൻറ്റാണ്, പിന്നെ ആഭ്യന്തരമന്ത്രി കോടിയേരിയാണ്. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു പോലീസ് ആക്ട് നവീകരിക്കാൻ. ഗംഭീരമായിട്ട് നവീകരിച്ചില്ലേ? 2009, 2010 കാലഘട്ടങ്ങളിൽ ആ നവീകരണം വന്ന് കാര്യങ്ങളെല്ലാം ആയിട്ടും ഗവൺമെൻറ് നിയമമാക്കായിരുന്നു അപ്പോൾ തന്നെ. പക്ഷെ അത് ചെയ്തില്ല. എന്താണ് ചെയ്തത്? സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. VD സതീശൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ് ആ സംഗതി, ഞാൻ അവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ അത് പോലീസ് ആക്ട് ഭേദഗതി നമ്മുടെ 2011 അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പോലീസിൽ CPO, സിവിൽ പോലീസ് ഓഫീസർ എന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ വരുന്നത് നമ്മുടെ കേരളത്തിലാണ്.
അത് കോടിയേരിയുടെ കാലത്ത് ഇത് ആക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റവുമാണ്. അങ്ങനെ പല മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിൽ പോകാൻ സമയമില്ല. പക്ഷെ അങ്ങനെ നവീകരിക്കപ്പെട്ട പോലീസിൽ ഒരിക്കലും LDF ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. പോലീസിൻ്റെ ഇത്തരത്തിലുള്ള കിരാതത്വങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വരുമ്പോൾ ശക്തിയായിട്ട്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനോട് യോജിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. തെറ്റാണ്. ഈ പോലീസ് ഷാജഹാൻ അടക്കം ഈ മധുബാബു അടക്കം ചെയ്യുന്ന ഒരു നടപടികൾക്കും ഞാൻ തുറന്നാണ് വിമർശിക്കുന്നത്, അതൊന്നും യോജിക്കുകയില്ല. പക്ഷേ ഇവരെ എല്ലാം പിടിച്ച് ഇപ്പം തന്നെ നിരത്ത് നിർത്തി നിന്നെ പുറത്താക്കിയിരിക്കുന്നു സർവീസിൽ നിന്ന് എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം ജനാധിപത്യ ഭരണകൂടമാണ്, അവർ സിവിൽ സർവൻസാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ആ നടപടിക്രമങ്ങളിലൂടെ പോയിക്കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ചെയ്യും എന്നുള്ള തർക്കമൊന്നും വേണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രത്യേകം പറഞ്ഞ 144 പേര് ഈ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. 1073 പേരിൽ ഏതാണ്ട് 700 ചില്ലാനം പേരുടെ കാര്യത്തിൽ FIR ഇടുക മാത്രമല്ല ചാർജ് ഷീറ്റും കൊടുത്തു കഴിഞ്ഞു. താങ്കൾ FIR ഇടുന്ന കാര്യം പറഞ്ഞു. FIR ഇടാൻ എളുപ്പമാണ് സർ, പക്ഷേ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 1073 പേരിൽ 700 ചില്ലാനം പേരിൽ ചാർജ് ഷീറ്റും കൊടുത്തു കഴിഞ്ഞു ഈ സർക്കാരിൻ്റെ ഈ കാലത്ത്. അത്രയും അഡ്വാൻസ് ചെയ്തിട്ട് നമ്മുടെ പോലീസിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുണ്ട്. അവരെ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ളത് താങ്കളുടെ നിലപാട് പോലെ തന്നെ എൻ്റെയും NBCയുടെയും വിജിൻ്റെയൊക്കെ നിലപാട് മറ്റൊന്നുമല്ല, അത് തന്നെയാണ്. അത് അവരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ നിരത്തി നടപടിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ഡ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനായിട്ട് ഭരണപക്ഷം തയ്യാറായതും വളരെ ഉത്തരവാദിത്തോടെയും ചങ്കൂറ്റത്തോടെയും അക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവാദം നിയമസഭയിൽ നടന്നതും എന്നുള്ളത് കാണാതിരിക്കാൻ ജനങ്ങളത് കാണുന്നുണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്.